y is equal to 0 എന്ന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? y is equal to 0 ആകുമ്പോൾ എക്സ് ക്യൂബ് ഇൻറ്റു 3x മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അത് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സംഭവം എന്താ? എക്സ് ക്യൂബ് എന്ന് പറയണത് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? എക്സ് ക്യൂബ് ഈക്വൽ ടു 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഒരു റൂട്ട് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 ആയി. ഇനി രണ്ടാമത്തെ റൂട്ട് എന്താ വരിക? രണ്ടാമത്തെ റൂട്ട് 3x മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു ഈ മൈനസ് 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 4 ആയി. 3x അപ്പുറത്തേക്ക് പോണ സമയത്ത് ഡിവിഷൻ വരുമ്പോൾ 4/3 ആയിട്ട് മാറി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4/3 എന്ന് നമുക്ക് അവിടെ കിട്ടിയില്ലേ? ഇനി അതേപോലെ തന്നെ അവിടെ ഒരു റൂട്ടും കൂടെ ഉണ്ട്. മൂന്നാമത്തെ റൂട്ട് ആരാ? എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 ആകുമ്പോഴാണ് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 ആകുമ്പോൾ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കവിടെ 3 റൂട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. ആ 3 റൂട്ടുകൾ ഏതൊക്കെയാണ് മക്കളെ? എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ, എക്സ് ഇസ് ഈക്വൽ ടു 4/3 ആകുമ്പോൾ, എക്സ് ഇസ് ഈക്വൽ ടു -2 ആകുമ്പോൾ എന്നുള്ളതാണ് അല്ലേ? ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മൾട്ടിപ്ലിസിറ്റി കാണണം അല്ലേ? നമ്മൾ മൾട്ടിപ്ലിസിറ്റിയുടെ ഡെഫിനേഷൻ എങ്ങനെയായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന് എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കണം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന് എനിക്ക് എക്സ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ സാധിക്കണം. സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആവുകയും, ശ്രദ്ധിക്കണം അവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആവുകയും, എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എ ആണ് അല്ലേ? നോട്ട് ഈക്വൽ ടു 0 ആവുന്നുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന റൂട്ട് ആവുന്ന സമയത്ത് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? നമുക്കിവിടെ 3 റൂട്ട് ഉണ്ട്. 3 റൂട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ 3 റൂട്ടുകൾ ഏതൊക്കെയാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ് അല്ലേ? എക്സ് ക്യൂബ് ഇൻറ്റു 3x മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് ഫംഗ്ഷൻ. അതിൽ എക്സ് മൈനസ് എ ഹോൾ റേസ് ടു എം നമുക്ക് എഴുതാൻ പറ്റണം. അയാൾ റൂട്ടും ആവണം അല്ലേ? മറ്റേ ആൾക്കാരൊക്കെ ഇതിലല്ലാത്ത ആൾക്കാരെ നമുക്ക് കൊടുക്കാൻ നല്ലത്. ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് ഞാൻ പരിഗണിച്ചാൽ, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 3 ആൾക്കാരാണ് ഉള്ളത്. ഇയാളാണ് ഇപ്പോൾ 0, ബാക്കിയുള്ള ആൾക്കാർ 0 എന്ന് വെച്ചാൽ 3x മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കില്ലേ? ഈ എക്സ് ക്യൂബ് എന്ന് പറയുന്നതിന് എനിക്ക് എക്സ് മൈനസ് 0 ഹോൾ റേസ് ടു 3 എന്ന് എഴുതാനും സാധിക്കും. ഇതിൻ്റെ മാത്രം ഈ എക്സ് മൈനസ് 3 എന്ന് പറയും, ഇയാൾ മാത്രമാണ് ശരിക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആവും. ബാക്കിയുള്ള ആൾക്കാർ 0 ആവുമോ? ഇയാളെ എനിക്ക് ജി ഓഫ് എക്സ് എന്ന് പരിഗണിക്കാനും സാധിക്കും. ആരേനെ? 3x മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറയുന്നതിന് ജി ഓഫ് എക്സ് എന്ന് പറയാൻ സാധിക്കും. നമ്മളവിടെ പറഞ്ഞത് എക്സ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ സാധിക്കണമെങ്കിൽ ജി ഓഫ് എക്സ് നമുക്ക് കിട്ടി. അപ്പോൾ അവിടെ എക്സ് മൈനസ് എ ഹോൾ റേസ് ടു എം പറയുമ്പോൾ എക്സ് മൈനസ് 0 ഹോൾ റേസ് ടു എം ആരാണ്? എം അവിടെ 3 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ്റെ ഇൻ്റർസെപ്റ്റ് മൾട്ടിപ്ലിസിറ്റി എന്താണ്? മൾട്ടിപ്ലിസിറ്റി ഓഫ് ഓർഡർ 3 എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രണ്ടാമത്തെ റൂട്ട് പരിഗണിക്കേണ്ടത്. രണ്ടാമത്തെ റൂട്ട് ആരാ? എക്സ് ഇസ് ഈക്വൽ ടു 3/4 അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 3/4 എന്ന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നോക്കൂ. എക്സ് ഇസ് ഈക്വൽ ടു 3/4 ആകുമ്പോൾ എക്സ് ക്യൂബ് ഇൻറ്റു 3x മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിൽ 0 ആവാൻ സാധ്യത ആര് മാത്രമാണ്? ഇയാൾ മാത്രമാണ്. 3x മൈനസ് 4 മാത്രമാണ് എന്താവുള്ളൂ? 0 ആവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ 0 ആവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിനെ എനിക്ക് എന്ത് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും? ജി ഓഫ് എക്സ് എന്ന് വിളിക്കാൻ സാധിക്കും. എക്സ് മൈനസ് എ എന്ന രൂപത്തിൽ കിടക്കുന്ന ആളാണ് ആര്? 3x മൈനസ് 4.
ഹോൾ റേസ് ടു 3x-4 എത്ര ഉള്ളത്? ഹോൾ റേസ് ടു 1 അല്ലേ ഉള്ളത്? അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണ്? അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 അപ്പോൾ രണ്ടാമത്തെ കേസിൽ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. ഇറ്റ് ഹാസ് എ മൾട്ടിപ്ലിസിറ്റി 1 എന്ന് കിട്ടിയെന്ന് വെച്ചാൽ അതിനൊരു സിമ്പിൾ റൂട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി എം എന്ന് പറയുന്നത് അവിടെ 1 ആയി അല്ലേ. മൾട്ടിപ്ലിസിറ്റി ഓഫ് ഓർഡർ 1 അതിന് നമ്മൾ സിമ്പിൾ റൂട്ട് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ തന്നെ അവിടെ വരുന്ന മൂന്നാമത്തെ കേസ് എന്താ? മൂന്നാമത്തെ റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു -2 ആണ്. -2 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എടുത്ത് നോക്കൂ. x³ ഇൻറ്റു 3x -4 ഇൻറ്റു x+2 ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇതിലിപ്പോൾ ആരാ 0 ആവുക? x+2 ദ ഹോൾ സ്ക്വയർ 0 ആവാൻ സാധ്യത ഉണ്ട് അല്ലേ. ബാക്കി രണ്ടാൾക്കാർ -2 ഇട്ട് കൊടുത്താൽ 0 ആവോ? ഇല്ല. ഇവർ g(x) ഞാൻ കൺസിഡർ ചെയ്തു. ആൻഡ് g(x) ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇവിടെ കിടക്കുന്നത് x+2 ഹോൾ റേസ് ടു 2 ആണ്. വിത്ത് x - a എന്നുള്ള രൂപത്തിൽ എനിക്ക് എഴുതാൻ സാധിക്കും. വിത്ത് മൾട്ടിപ്ലിസിറ്റി അവിടെ എത്ര എണ്ണമുള്ളത്? അവിടെ 2 എണ്ണമാണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 2. അതിന് മൾട്ടിപ്ലിസിറ്റി എന്താണ്? 2 ആണ് എന്ന് നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. അവിടെ നമ്മൾ പറയുമ്പോൾ നമുക്കവിടെ 3 റൂട്ടുകളാണ് വന്നത്. ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്നത് x ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു. രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് x ഈക്വൽ ടു 4/3. മൂന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് x ഈക്വൽ ടു -2 ആയിരുന്നു. x ഈക്വൽ ടു 0 നമ്മൾ ജോമെട്രിക് ഇംപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളവിടെ പറഞ്ഞത് എന്താ? x ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണെന്നുള്ളത് കൂടെ നമ്മളവിടെ പറഞ്ഞു അല്ലേ. ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണെന്നാണ് പറഞ്ഞത്? x ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞു. 4/3 എന്ന് പറയുമ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞു. x ഇസ് ഈക്വൽ ടു -2 ആവുന്ന സമയത്ത് അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 എന്നും നമ്മൾ പറഞ്ഞതാണ്. മൾട്ടിപ്ലിസിറ്റി 3 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പറാണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ജോമെട്രിക്കൽ ഇംപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞ ABC പോയിന്റിലെ B പോയിന്റ് എന്താ പറഞ്ഞത്? M ഓടാണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടാൻജൻറ്റ് ടു x ആക്സിസ് അറ്റ് x ഇസ് ഈക്വൽ ടു r. ഇവിടെ x ഇസ് ഈക്വൽ ടു r എന്ന് പറയുന്ന റൂട്ട് ആരാണ്? 4/3. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഗ്രാഫ് y ഇസ് ഈക്വൽ ടു f(x) എന്ന് പറയുന്ന ഗ്രാഫ് ഇറ്റ് ഈസ് ടാൻജൻറ്റ് ടു x ആക്സിസ് അറ്റ് x ഇസ് ഈക്വൽ ടു r എന്ന് പറയുന്ന പോയിന്റ് ആരാണ്? 4/3 ആൻഡ് ഇറ്റ് ക്രോസസ് ദ x ആക്സിസ് ദെയർ. അത് എന്ത് ചെയ്യുമെന്നാണ് പറയണത്? x ആക്സിസിനെ ക്രോസ് ചെയ്യുകയും ആൻഡ് ഇറ്റ് ക്രോസസ് ദ x ആക്സിസ് ദെയർ. അതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ സാധനം. ഈ എക്സ്പ്ലനേഷൻ ഒന്ന് വായിക്കൂ. ആൻഡ് ഇറ്റ് ക്രോസസ് ദ x ആക്സിസ് ദെയർ. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ആൻ ഇൻഫ്ലക്ഷൻ പോയിന്റ് ദെയർ. അതിനവിടെ എന്തുണ്ട് എന്നാണ് പറയണത്? ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്താ? നമ്മൾ രണ്ടാമത് പറഞ്ഞത് ആരെ കുറിച്ചായിരുന്നു? രണ്ടാമത് പറഞ്ഞത് 4/3 ആണ്. അതിന് മൾട്ടിപ്ലിസിറ്റി 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ സിമ്പിൾ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജോമെട്രിക്കൽ ഇംപ്ലിക്കേഷൻ പറഞ്ഞത് എന്താ? ദ ഗ്രാഫ് ഈസ് നോട്ട് ടാൻജൻറ്റ് ടു x ആക്സിസ് അറ്റ് x ഇസ് ഈക്വൽ ടു അവിടുത്തെ റൂട്ട് ആരായിരുന്നു? മൾട്ടിപ്ലിസിറ്റി 1 വന്നത് -2 ആവുമ്പോഴാണ് അല്ലേ. -2 ആയപ്പോഴാണ്. ഇനി മൂന്നാമത്തെ കേസ് -2 മൾട്ടിപ്ലിസിറ്റി 2 ആയപ്പോൾ അത് ഈവൺ ആണ്. p(x) എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടാൻജൻറ്റ് ടു x ആക്സിസ് അറ്റ് x ഇസ് ഈക്വൽ ടു r. x ഇസ് ഈക്വൽ ടു r എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് ആരായിരുന്നു? 0 ആയിരുന്നു. അപ്പോൾ x ഇസ് ഈക്വൽ ടു 0-ല് y ഇസ് ഈക്വൽ ടു p(x) എന്ന് പറയുന്നത് എന്താണ്? ടാൻജൻ്റ് ആണ്. ആർക്ക്? y is equal to it is tangent to x axis എന്നാണ് പറയുന്നത്. അത് എന്ത് ചെയ്യില്ല? ഇറ്റ് ഡസ് ഇൻ ക്രോസ് x ആക്സിസ്. അത് x ആക്സിസിനെ ക്രോസ് ചെയ്യാതിരിക്കുകയും അതവിടെ എന്തുണ്ട് എന്നാണ് പറയണത്? അതിനവിടെ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടോ? ഇല്ല. ഇറ്റ് ഡസ് ഇൻ ഹാവ് ആൻ ഇൻഫ്ലക്ഷൻ പോയിന്റ്. അതിനവിടെ എന്തില്ല? ഇൻഫ്ലക്ഷൻ പോയിന്റ് ഇല്ല എന്നുകൂടെയാണ് പറയുന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.